ഹായ് ഫ്രണ്ട്സ്, ചൂട് സമയത്ത് ഒരു കൂളായ സാധനമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്, ഷാർജ. അതിന് വേണ്ടത് 1/2 ലിറ്റർ പാല്, ഒരു പഴം, ഏലക്ക, അണ്ടിപ്പരിപ്പ്, ഹോർലിക്സ്. ബദാമും പിസ്തയൊന്നും കിട്ടാത്തത് ഇവിടെ ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഇട്ടില്ല, അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിട്ടാലും അടിപൊളി തന്നെ. അപ്പം നമുക്ക് ഇടാൻ തുടങ്ങാം. ഹോർലിക്സ് ഇട്ടു. പൊളി. കുറച്ചും കൂടെ അരയ്ക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഓറിയോ കേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 ഓറിയോ ബിസ്ക്കറ്റ്, വെണ്ണ, 1/2 കപ്പ് പാല്, പഞ്ചാര പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നോക്കാം. ഉപ്പ് കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് സിമ്മിലിട്ട് ചൂടാക്കാം. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഓറിയോ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശകലം ബേക്കിംഗ് സോഡ ഇട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം. 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത്,
കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെണ്ണ തടവി വയ്ക്കാം. മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് വെന്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഓറിയോ കേക്ക്. നമസ്കാരം, ഞാൻ അർച്ചന. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ സവാള നൈസ് അരിഞ്ഞ്, ഇഞ്ചി, പച്ചമുളക്, മൈദാമാവ്, ഉപ്പ്, മുളക് പൊടി ആവശ്യത്തിനിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടായി വന്നു. ഇനി ഞാൻ ഓരോന്നിലായിട്ട് അരിടുകയാണ്. ഞാനിനി ഇവിടെ മറിച്ചിടാൻ പോവുകയാണ്. എന്തെന്ന് തോന്നിയോ? തീ കുറച്ചുകൂടെ കൂട്ടാം നമുക്ക്. ഞാനിത് തീ കൂട്ടി വെച്ചുകൊണ്ട് ഞാനിത് കുറച്ചിടാൻ പോവുകയാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ മറിച്ചിടാം. കുറച്ചുകൂടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഒന്നുകൂടെ മറിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ആവശ്യത്തിന് തീ വെച്ചാൽ മതി. ഞാനിതാ ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചായയുടെ കൂടെയൊക്കെ ഉള്ളിവട എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാം. ശരി, നന്ദി, നമസ്കാരം.